ഇതൊരു ദൈവത്തിന്റെ വലിയ അനുഗ്രഹം. നമ്മളെല്ലാവരിലും വന്നു ചേരാനായി നമ്മൾ തീസന്ധിയോടെ പരിശുദ്ധ മാതാവിന്റെ സംരക്ഷണവും നമുക്കറിയാം. നമ്മളെല്ലാവരെയും എന്നും വഴി നടത്തുന്നതാണ്, എന്നും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും അഭിഷേകത്തിലും നിലനിർത്തുന്നതുമാണ്. ഇന്ന് പരിശുദ്ധ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് നമുക്ക് വചനം ശ്രവിക്കുന്നത്, ഇതിന് 2 ദിവസം മുന്നേ അച്ഛൻ പറഞ്ഞു ലാസറിന്റെ ഉപമ. അതിന്റെ തുടർച്ച കണ്ടിന്യൂവേഷൻ അച്ഛൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആ ഉപമയുടെ തുടർച്ചയാണ് നമ്മൾ ശ്രവിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അത് നമുക്കറിയാം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 19 മുതലുള്ള വചനങ്ങളാണ് ധനവാനും ലാസറും എന്ന ഉപമ നമ്മൾ കാണുന്നത്. ആ ധനവാനും ലാസറും നമ്മളുടെ ഉപമയില് നമ്മൾ ശ്രവിച്ചത് ഇത്രയുമാണ്: ആ ധനവാന്റെ മേശയിൽ നിന്നും വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. അത്രയും മാത്രമാണ് നമ്മൾ വായിച്ച് പഠിക്കാതെ അന്ന് ധ്യാനിച്ചത്. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വചനങ്ങളാണ് അന്ന് മനസ്സിലാക്കിയത്. ഇന്ന് തുടർന്നുള്ള വചനഭാഗങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ ഒരുങ്ങിയാണ്. തുടർന്നുള്ള വചനഭാഗം ബൈബിൾ കയ്യിലുള്ളവർ ഒന്ന് എടുത്തുകൊള്ളുക. നമുക്കൊന്ന് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം അധ്യായം 16, 23 മുതൽ തിരുവചനങ്ങൾ, അതായത് 22ന്റെ പകുതി. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് വഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകളെ നോക്കി ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണം. തന്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ പൊക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എന്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രാഹം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ എന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും. അബ്രാഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നമ്മൾ ശ്രമിക്കുമ്പോൾ പ്രത്യേകമായും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ആദ്യത്തെ വചനം നമ്മൾ ശ്രമിച്ചത് എങ്ങനെയാണ്? ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവരെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംഭവിച്ചു. ധനവാൻ മരിച്ചു. എന്നിട്ട് സംഭവിച്ചത് എങ്ങനെയാണ്? മരിച്ച് അടക്കപ്പെട്ടു. അതായത് ധനവാന്റെ ജീവിതം ഈ ഭൂമിയിലുള്ള ജീവിതത്തോടെ അവസാനിച്ചു. അതാണ് അടക്കപ്പെട്ടു എന്നതിന്റെ അർത്ഥം. പിന്നെ ഒരു തുടർച്ചയില്ല എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ, അല്ലെ? അതായത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തരുന്നതിന്റെ കാരണം ദൈവവചനം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നത് എന്താണ് അതിന്റെ ഉദ്ദേശം, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതായത് അവൻ മരിച്ച് അടക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ there is no continuation of the life. Life is already over in this way. അതുകൊണ്ടാണ്
ധനവാനെ കുറിച്ച് പറഞ്ഞത് അവൻ മരിച്ച് അടക്കപ്പെട്ടു കഴിഞ്ഞു. ഈ ഭൂമിയിൽ ഒന്നേ ചെതല് പിടിച്ചോ അല്ലെങ്കിൽ പുഴുക്കളടിച്ചോ അവന്റെ ജീവിതം അവസാനിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ധനവാൻ മരിച്ച് അടക്കപ്പെട്ടു. എന്നാൽ ദരിദ്രൻ മരിച്ചു അടക്കപ്പെട്ടു എന്നല്ല പറയുന്നത്. വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആ ദരിദ്രൻ മരിച്ചു. എന്താ സംഭവിച്ചതെന്ന വചനം പറയുക, ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംഭവിച്ചു. The angels of the Lord took him to heaven. അതായത് പ്രിയപ്പെട്ടവരെ ഓർക്കണം, പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ജീവിക്കുന്ന ഏതൊരു വ്യക്തികളും ഈ ലോക ജീവിതത്തോടെ അവരുടെ ജീവിതം അവസാനിക്കുന്നില്ല. ഈ ലോകത്തിൽ ഒരു എന്താ പറയാ ആരംഭമേ ഉള്ളൂ. തുടർച്ചയും അതിന്റെ എല്ലാം ഭാഗങ്ങളും സ്വർലോകത്തിലാണ് ബാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചനത്തിൽ പറഞ്ഞത് ദരിദ്രൻ മരിച്ചു അടക്കപ്പെട്ടു എന്നല്ല, അവൻ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംഗ്രഹിക്കപ്പെട്ടു. The poor man died and taken to heaven. At the same time, the rich man died and was buried. അതായത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഈ ഭൂമുഖത്തെ ജീവിതത്തിന്റെ നശ്വരത എന്തുമാത്രം ഉണ്ട് എന്ന്. ഇത് തീർത്തും നശ്വരമാണെന്നും ഈ ഭൂമിയിലാണ് ജീവിതം, ഈ ഭൂമിയിൽ മാത്രമുള്ള ജീവിതമെന്നും ഇതിനു വേണ്ടിയാണ് എനിക്ക് ജന്മം കിട്ടിയതെന്നും ഒക്കെ വിചാരിച്ചാൽ അത് തീർത്തും ദോഷത്തരമാണെന്നും ഇവിടെയുള്ള ജീവിതം തികച്ചും വളരെ കുറച്ചാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് പ്രവാചകനിലൂടെ ദൈവം ഇങ്ങനെ പറഞ്ഞത്. വചനം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവസന്നിധിയിൽ ഒരു ദിവസം 1000 ദിവസം പോലെയും ഈ ഭൂമുഖത്ത് 1000 ദിവസം ഒരു ദിവസം പോലെയുമാണ്. അതായത് പ്രിയപ്പെട്ട ഓർക്കണം, അത്രയും നശ്വരമായ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല നമ്മൾ നമ്മുടെ ജീവിതവും ആരോഗ്യവും സമയവും സമ്പത്തും ചെലവഴിക്കേണ്ടത്. നേരെ മറിച്ച് സ്വർഗരാജ്യ ജീവിതത്തിനായി the heavenly life, we have to work, we have to pray for the heavenly life. അതാണ് ദൈവമായ കർത്താവ്, അതായത് കർത്താവ് യേശുക്രിസ്തു ഈ വചനം ഇങ്ങനെ ഒരു ഉപമ പറയുന്നതിലൂടെ നമ്മളെയൊക്കെ ഓർമ്മിപ്പിച്ച് തരുന്നത്. വലുതേറുമായ സ്ത്രീ ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ പറയാം നമുക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ ഓർക്കണം. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് അന്ന് പറഞ്ഞ നിർത്തിയപ്പോൾ മുഴുവൻ പറയാൻ നമുക്ക് എന്തായാലും സാധിക്കില്ല. കാരണം ഇതിന് ഒത്തിരിയേറെ അർത്ഥങ്ങളുണ്ട്, അർത്ഥഫലങ്ങളുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാതെ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അന്ന് കുറച്ച് പറഞ്ഞു വെച്ചത്. അപ്പൊ ഇതിങ്ങനെയാണ്, ദരിദ്രൻ മരിച്ചു, ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് ആവഹിച്ചു എന്ന് പറഞ്ഞാൽ അടക്കപ്പെടുന്നില്ല, സംസ്കരിക്കപ്പെട്ട് ഈ ഭൂമിയിൽ പുഴുവരിച്ച് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം, അവസാനിക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. നേരെ മറിച്ച് ഒരു സ്വർഗീയ ജീവിതത്തിനുള്ള ഒരുക്കമാണ് ഈ ഭൂമുഖത്ത് നടക്കേണ്ടത്. എന്നാൽ ധനവാനാകട്ടെ അത് മനസ്സിലാക്കിയില്ല, അയാൾ മരിച്ച് സംസ്കരിക്കപ്പെട്ടു. The entire life is already over. ഇത് നമുക്ക് നൽകുന്ന വലിയ ഒരു മുന്നറിയിപ്പാണ്. നമ്മൾ ജീവിക്കേണ്ടത് സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്, അല്ലാതെ നമ്മൾ ജീവിക്കേണ്ടത് ഈ ഭൂമുഖത്തിലെ എന്തെങ്കിലും കാര്യങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടല്ല എന്നുള്ള വലിയൊരു സത്യം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്, ഇങ്ങനെ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ധനവാൻ കണ്ണുകൾക്ക് നോക്കിയപ്പോൾ ദൂരെ അബ്രാഹത്തിന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അതായത് പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാം, ഇത് നമ്മുടെ അനുദിന ജീവിതവുമായി ഒത്തിരിയേറെ ബന്ധമുള്ള ഒരു വചനമാണ്. വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ പറയുമോ എന്തോരം ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. ഇങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാനും കണക്ക് പഠിക്കാനും കെമിസ്ട്രി പഠിക്കാനും ഫിലോസഫി പഠിക്കാനും ബയോളജി പഠിക്കാനും സാമൂഹ്യശാസ്ത്രം പഠിക്കാനും ഭാഷകൾ ഹിന്ദി ഒക്കെ പഠിക്കാനും എന്തൊരു കഷ്ടപ്പാടാണെന്ന് പറയും. അത് തന്നെയാണ് ദരിദ്രൻ ഈ ഭൂമുഖത്ത് അനുഭവിക്കുന്നത്. അതായത് ക്ഷണികങ്ങളായ ചില ബുദ്ധിമുട്ടുകളെ
നമ്മൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അനശ്വരങ്ങളായ നന്മകൾക്ക് ഉടമകളായി തീരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പഠനകാലങ്ങളിൽ അല്പം ബുദ്ധിമുട്ട് സഹിച്ചും അല്പം കഷ്ടപ്പാട് സഹിച്ചും ത്യാഗം സഹിച്ചും പഠിച്ചെങ്കിൽ മാത്രമേ പഠനത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് ജീവിതത്തിന്റെ ഉത്തരവാദിത്തം വരുമ്പോഴത്തേനും നമുക്കൊക്കെ നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാനും നല്ല സമ്പാദ്യമുള്ളവരായി തീരാനും സാധിക്കുകയുള്ളൂ. അത് ഭൗതിക ജീവിതമാണെങ്കിൽ ആത്മീയ ജീവിതം ഇങ്ങനെ തന്നെയാണ്. ഈ ഭൂമുഖത്തെ ജീവിതം എന്ന് പറയുന്നത് പഠന കാലഘട്ടമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യണം. അപ്പൊ പഠന കാലഘട്ടമാകുന്ന ഈ ഭൂമുഖത്തെ ജീവിതത്തിൽ നമ്മൾ അലസന്മാരായാൽ, അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ കഷ്ടപ്പെടാൻ പറ്റില്ല എന്നും പറഞ്ഞ് അലസമായി ജീവിച്ചാൽ പരീക്ഷയിൽ തോറ്റ് നമ്മളൊക്കെ പെരുവഴിയിലാകുന്നത് പോലെ ഈ ഭൂമുഖത്തെ ജീവിതത്തിൽ നമ്മൾ അലസമായി ജീവിച്ചാൽ, സ്പിരിച്വൽ ലൈഫ് നയിക്കാതിരുന്നാൽ വരും ലോക ജീവിതത്തിൽ നല്ലൊരു ജീവിതം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് പ്രകൃതി പറഞ്ഞത് ലാസർ ഈ ബുദ്ധിമുട്ടി ദുരിതം അനുഭവിച്ചു. എന്നാൽ ഇതാ ഇപ്പോൾ ആ പഠന കാലഘട്ടത്തിൽ കഷ്ടപ്പാട് അനുഭവിച്ചപ്പോൾ, പരീക്ഷ കഴിഞ്ഞപ്പോൾ, റിസൾട്ട് വന്നപ്പോൾ ധനവാനെ പോലെയല്ല ലാസറിന് വലിയ റിസൾട്ട് കിട്ടുകയും അബ്രാഹത്തിന്റെ മടിയിലേക്ക്, അതായത് റാങ്ക് ഹോൾഡർ ആയി തീരുകയും ചെയ്തു. അച്ഛൻ ഇങ്ങനെ പറയുന്നതിന്റെ രഹസ്യം ഇതാണ്. ഈ വചനം കൃത്യമായി നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. വചനത്തിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അതുകൊണ്ട് നമ്മളൊക്കെ ഈ ഭൂമുഖത്തെ ജീവിതമാണ് എല്ലാമെന്നും ഇത് കഴിഞ്ഞൊരു ജീവിതം ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ എന്നൊന്നും ചിന്തിക്കരുത്. it is just a starting. It is a starting point of our life, eternal life. It is not the end or the middle. It is just a starting point. അങ്ങനെ ആ തരത്തിൽ നമ്മൾ നമ്മുടെ ഈ ലോക ജീവിതത്തെ കണ്ടാല് എന്നും പ്രാർത്ഥനയിൽ നമ്മൾ നിലനിർത്തും. പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് തോന്നും. പ്രാർത്ഥനയിൽ വളരണമെന്നും പ്രാർത്ഥനയിൽ ഉയരണമെന്നും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുകയും ചെയ്യും. വലതേറെ ഉയർത്തി ഓർക്കെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറയുക ഹല്ലേലൂയ. വീണ്ടും നമ്മൾ കാണുന്ന വചനം ഇതാണ്. അത്രയൊക്കെ എന്നിട്ട് ആ ധനവാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കഴിയണമേ, തന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടത് ഓർക്കണം. അത്രയും ഈ ലോകത്തിൽ ലാസർ എന്തുമാത്രം ദുരിതം അനുഭവിച്ചോ അത്രയുമോ അവന്റെ ഇരട്ടിയുമോ ആത്മീയമായിട്ട് ഇപ്പോൾ ധനവാൻ ദുരിതക്കയത്തിലാണ്. ഈ ലോകത്തിൽ ലാസർ അനുഭവിച്ച സങ്കടത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും ദുരിതത്തിന്റെയും അത്രയും തന്നെയോ അതിന്റെ ഇരട്ടിയോ ആത്മീയമായി ഇപ്പോൾ ധനവാൻ ബുദ്ധിമുട്ടും വിഷമവും അനുഭവിക്കുകയാണ്. അതായത് വല്ലാതെ ദാഹിക്കുമ്പോൾ 1 ഗ്ലാസോ 2 ഗ്ലാസോ വെള്ളം കുടിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല, 1 കുടം വെള്ളം കുടിച്ചാലും ദാഹം തീരില്ല. അങ്ങനെയുള്ള അന്തരീക്ഷത്തിലാണ് ഈ ധനവാൻ പറയുന്നത്, ദൈവമേ അബ്രാഹമേ, 1 കുടം വെള്ളം വേണ്ട, 10 ഗ്ലാസ് വെള്ളം വേണ്ട, 1 ഗ്ലാസ് വെള്ളം വേണ്ട, 1 തുള്ളി വെള്ളം വേണ്ട, എന്റെ നാവ് തണുപ്പിക്കണമെന്ന്. എന്ന് വെച്ചാൽ അതുപോലും കിട്ടാനില്ലാത്ത വിധത്തിൽ ദുരിതത്തിലാണ് ഈ ധനവാൻ കഴിയുന്നത്. ആ ധനവാന്റെ ആത്മാവ് ആത്മീയമായി അത്രയും ദാരിദ്ര്യ അവസ്ഥയിലാണെന്ന് പ്രിയപ്പെട്ടവരെ ഓർക്കണം. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, നമ്മൾ കൊന്ത ചൊല്ലാതിരിക്കുമ്പോഴും വിശുദ്ധമായി പങ്കെടുക്കാതിരിക്കുമ്പോഴും ബൈബിൾ വായിക്കാതിരിക്കുമ്പോഴും വ്യക്തിപരമായ പ്രാർത്ഥന ഇല്ലാതെ വരുമ്പോഴും ധ്യാനത്തിൽ സംബന്ധിക്കാതെ വരുമ്പോഴും ഒക്കെ ഇങ്ങനെ നമ്മൾ കടക്കാരായി തീരുകയാണ്. ഡെബിറ്റ് കാർഡ് അല്ല നമുക്ക് പിന്നുള്ളത്, ക്രെഡിറ്റ് കാർഡാണ്. ഈ അമേരിക്കൻ അന്തരീക്ഷത്തിൽ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രത്യേകം മനസ്സിലാകും. ഡെബിറ്റ് കാർഡ് നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള കാർഡ്. ക്രെഡിറ്റ് കാർഡ് അറിയാം, കാശില്ലാതെ തന്നെ ഇത്ര വരെ ഉപയോഗിക്കാം, പക്ഷെ അത് കൃത്യമായി അടച്ചുകൊണ്ടിരിക്കണം എന്ന് മാത്രം.
അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഒക്കെ നെഗറ്റീവായി മാറും. അപ്പൊ പ്രിയപ്പെട്ടവർ ഓർക്കണം, ക്രെഡിറ്റ് കാർഡിന്റെ നെഗറ്റീവിലേക്ക് പോയ ഒരു ധനവാനെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് സ്പിരിച്വൽ ലൈഫില്. അതുകൊണ്ടാണ് 10 രൂപ പോയിട്ട് 1 രൂപ പോലും, 1 പൈസ പോലും കിട്ടാനില്ലാത്ത, ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയാൽ 1 കുടം വെള്ളത്തിന്റെ ഒരു പവറാണ്, ഒരു കൃപയാണ് ധനവാന് തോന്നുന്നത്. അപ്പൊ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ദയവ് ചെയ്ത് ഞാൻ ഉൾപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും ഈ ലോകമാണ് ജീവിതമെന്ന് ധരിച്ച് ഇതിൽ മുങ്ങി, ഇതിൽ മയങ്ങി, ഇതിൽ നീന്തി ജീവിക്കരുത്. നമുക്കൊക്കെ ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിനുള്ള ഒരുക്കമാണ് ഈ ഭൂമിത്തെ ജീവിതം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ വേണം നമ്മളൊക്കെ ജീവിക്കാനായിട്ട്. വലതേരം ഉയർത്തി കുറച്ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്കറിയാം, ഈ പറയുന്ന ഞാനും പറയുന്നതിന് വിരുദ്ധമായി ജീവിച്ച്, പറയുന്നതിന് വിരുദ്ധമായ വിധത്തിൽ എന്നും ജീവിച്ചാൽ ഈ ധനവാന്റെ അവസ്ഥ എനിക്കും വരുമെന്ന് എനിക്കറിയാം. പുറത്തുകൊണ്ട് തന്നെയാണ് ഞാനും സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടത്, ദിസ് ഈസ് ഓൺലി എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവർ ഗോഡ് ഈസ് നോട്ട് ദിസ് വേൾഡ്, ഇറ്റ് ഈസ് അനദർ വേൾഡ്. ദാറ്റ് വേൾഡ് ഈസ് ഹെവൻലി ലൈഫ്. അതുകൊണ്ട് സ്വർഗീയ ജീവിതത്തെ, സ്വർലോക ജീവിതത്തെ ലക്ഷ്യമാക്കി നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. ഇങ്ങനെ ധനവാൻ പറഞ്ഞപ്പം, ഇതാ ധനവാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അബ്രാഹാം പറഞ്ഞു, മകനെ നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുന്നു, നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, അതിന്റെ വ്യാഖ്യാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കേണ്ടവരെ ഓർമ്മിച്ചില്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ കർത്താവിശ്രമിക്കുക പോലും നമ്മളെ ഓർമ്മിച്ചില്ല, മറന്നുപോകും. പക്ഷെ ഒരു പ്രാവശ്യത്തോടെ പറയാം, ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടവരെ ഓർമ്മിച്ചില്ലെങ്കിൽ പരലോകത്തിൽ, സ്വർഗത്തിൽ മരിച്ചു കഴിയുമ്പോൾ കർത്താവിശ്രമിക്കുക പോലും നമ്മളെ ഓർമ്മിക്കില്ല, മറന്നുപോകും. അതായത് ധനവാൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ തന്റെ വീടിന്റെ പടിക്കൽ ഇതുപോലെ ഒരാള് കിടപ്പുണ്ട് എന്നുള്ള കാര്യം അയാൾ ഓർമ്മിച്ചില്ല, മറന്നുപോയി. ഇപ്പൊ ഇതാ അബ്രാഹവും ധനവാനെ ഓർമ്മിക്കുന്നില്ല, മറന്നുപോകും. അത് സ്വർഗത്തിന്റെ കുറ്റമല്ല, കുറവല്ല. അവിടെ ഈ ധനവാന്റെ പേര് രേഖപ്പെടുത്താൻ ഒരു മഷിയില്ല, ഒരു പേജില്ല, ഒരു പേജ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർക്കണം, ഇറ്റ് ഈസ് വെരി സീരിയസ്. We have to take this Bible passage very seriously. It affects our life. It is the life history of each and every one of us. അതുകൊണ്ടാണ് ധനവാന്റെയും ലാസറിന്റെയും ഉപമ കർത്താവ് വിശ്രമിക്കുക ഇത്ര ശക്തമായ വിധത്തിൽ പറഞ്ഞത്. ഇനി ദൈവശാസ്ത്രകാരന്മാരും ചരിത്ര പണ്ഡിതന്മാരും സൈക്കോളജിസ്റ്റും ഈ ഉപമയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. ഈ ഉപമയെക്കുറിച്ച് പറയുന്നത്, ഈശോ പറഞ്ഞിട്ടുള്ള ഉപമകളിൽ വെച്ച് ഏറ്റവും ശക്തമായ ഉപമ അത് ധനവാനും ലാസറിന്റെയും ഉപമയാണെന്നാണ്. വലതേരം ഉയർത്തി കുറച്ചെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. സ്വർഗീയ ജീവിതത്തെ കുറിച്ച് കർത്താവ് ഉപമകളും അന്യാദൃശ്യങ്ങളും ഉദാഹരണങ്ങളും ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിലൊക്കെ വെച്ച് ഏറ്റവും ശക്തമായ കാര്യം അത് ധനവാനും ലാസറിന്റെയും ആണെന്നാണ് ദൈവശാസ്ത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നതും സൈക്കോളജിസ്റ്റ് പറയുന്നതും ചരിത്രകാരന്മാർ പറയുന്നതെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. കാരണം അത്രയേറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇത് ഓരോ വരികളും വ്യാഖ്യാനിക്കാം എന്ന് തന്നെ കരുതിയത്. അത്രയേറെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടവരെ ഓർമ്മിച്ചില്ലെങ്കിൽ വരും കാലത്ത് കർത്താവെ ശ്രമിക്കുകയോ അബ്രാഹമോ ദൈവദൂതന്മാരോ നമ്മളെ ഓർമ്മിക്കുകയില്ല. വലതേരം ഉയർത്തി കുറച്ചെന്ന് പറയാൻ നമുക്ക് ഹല്ലേലൂയ. വീണ്ടും അബ്രാഹം ഈ ഇങ്ങനെ പറഞ്ഞപ്പോ ധനവാൻ ഇങ്ങനെ പറയുന്നുണ്ട്, അബ്രാഹമെ ലാസറിനോ അപ്പൊ അബ്രാഹം പറയുന്നു,
എന്നിട്ട് അബ്രഹാം പറഞ്ഞെങ്കിലും ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യ ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ടോ ഇവിടുന്ന് അങ്ങോട്ടോ ആർക്കും പ്രവേശിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും സാധിക്കില്ല എന്ന്. അതായത് ഗർത്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന നന്മകളും തിന്മകളും. നന്മകളാണെങ്കിൽ നന്മകൾ കൊണ്ട് പാലം പണിയും, ഈ ഭൂമിയിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്കുള്ള പാലം. തിന്മകളാണെങ്കിൽ സ്വർഗവും ഭൂമിയും തമ്മിൽ ഇടയിലുള്ള പാലത്തെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞും മണ്ണിനെയൊക്കെ തിരിച്ചെടുത്തും വലിയ ഗർത്തം സ്ഥാപിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ധനവാദ ലൈഫ് ഹിസ്റ്ററിയിൽ പാലം ചെയ്യുന്ന നന്മകൾ ഒന്നും കണ്ടില്ല, ഒക്കെ തിന്മയുള്ളൂ. അതുകൊണ്ട് ഗർത്തം രൂപപ്പെട്ടു. അപ്പൊ തിന്മയാകുന്ന വലിയ ഗർത്തം ചാടിക്കടക്കാൻ നന്മയിൽ ജീവിക്കുന്നവർക്ക് സാധിക്കില്ല, തിന്മയിൽ മുങ്ങി ജീവിക്കുന്നവർക്ക് ഇവിടുന്ന് നന്മയിലേക്ക് പറ്റില്ല. അതുകൊണ്ടാണ് എന്തുമാത്രം മനോഹരമായിട്ടാണ് ഈ വചനം പറയുന്നത്: ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ വരാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കുകയില്ല എന്ന്. വളരെ ഉയർത്തി ഉറക്കെന്ന് പറയാൻ നമുക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞ് ആവർത്തിച്ച് പറയുന്ന ഇതാണ്: ഈ ദൈവവചന ഭാഗം നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് അത്രയേറെ പ്രധാനപ്പെട്ടതാണ്. വി ഹാവ് ടു ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. ഇനി ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോൾ ഈ വചനം ഒന്ന് വായിക്കണം. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള ദൈവവചന ഭാഗങ്ങൾ വായിക്കണം. ഒരു കാര്യം കൂടെ അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താൻ എനിക്ക് മനസ്സിലായി, സമയമായി എന്ന്. അത് വിശദീകരിക്കുന്നില്ല എങ്കിലും പെട്ടെന്ന് പറയാം. അവസാനത്തെ വചനമാണ്. അബ്രാഹാം പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമായില്ല എന്ന് പറഞ്ഞാൽ, ഈ ഭൂമുഖത്ത് നമുക്ക് ആത്മീയമായി ജീവിക്കാൻ 2 കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്: മോശ, പ്രവാചകന്മാർ. മോശ എന്ന് പറഞ്ഞാൽ നിയമം, 10 കൽപ്പനകളും അതിനോടനുബന്ധിച്ചുള്ള നിയമങ്ങളും. പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ കർത്താവിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളും, അതായത് കർത്താവിന്റെ വചനങ്ങൾ. അപ്പൊ മോശയുടെ നിയമങ്ങളും കർത്താവിശ്വമായ വചനങ്ങളും നമുക്ക് ഈ ഭൂമുഖത്ത് നന്മയിൽ പ്രാർത്ഥനയിൽ ജീവിക്കാനാണ്. എല്ലാവരും ഒന്ന് മുട്ടുകൊള്ളുക. അച്ഛനറിയാം സമയം അതിക്രമിച്ചു തുടങ്ങി. അതുകൊണ്ട് അച്ഛൻ അതിനെ വ്യാഖ്യാനിക്കാതെ ഒറ്റ വാക്കിൽ നിർത്തുകയാണ്. മുട്ടുകുത്തി 2 കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മ അഭിഷേകത്താൽ കർത്താവെ അങ്ങനെക്ക് നൽകിയ പൗരോഹിത്യവരങ്ങളാലെ ഈ മക്കളെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും സമൂഹത്തെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ശ്രമിച്ചുകാരെ കൃപയും പരിശുദ്ധാത്മാവും നാം എല്ലാവരും കൂടി ഉണ്ടാകട്ടെ. എപ്പോഴും എപ്പോഴും നയിക്കുവാമേ. ആമേൻ.